ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 5 മസ്റ്റ് ഹവ് ബാഗ്സ് ആണ്. നോർമലി ഒരു ഗേളിന് വേണ്ട ഒരു 5 ടൈപ്പ് ബാഗ്സ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് പല ഒക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ബാഗ്സ് ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. അപ്പോൾ ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്ന ബാഗ് ഇതാണ്. ഇതെല്ലാവർക്കും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ വാങ്ങിക്കണമെന്നല്ല, ഇതേ മോഡലൊരു കുഞ്ഞ് സൈഡ് ബാഗ് എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പം നമുക്ക് അധികം സാധനങ്ങളൊന്നും ക്യാരി ചെയ്യാനില്ല. നമുക്ക് ജസ്റ്റ് നമ്മുടെ മൊബൈലും അതുപോലെ തന്നെ കുറച്ച് ക്യാഷൊക്കെ മാത്രമാണ് ക്യാരി ചെയ്യാനുള്ളൂവെങ്കിൽ നമുക്ക് ഏറ്റവും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ബാഗായിരിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കോളേജുകളിൽ സ്കൂളിലൊക്കെ പോകുന്നവർക്ക് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് കുറച്ചും കൂടി എന്താ പറയുക, കുറച്ച് ട്രെൻഡി ആയിട്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി സാധനങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് ഇത് തന്നെ. ഇതിൽ വരുന്ന 1, 2, 3 കല്ലാണ് വരുന്നത്. അപ്പം നമുക്ക് ചെറിയ ബുക്സ്, നോട്ട്സൊക്കെ എഴുതാനുള്ള ബുക്സുകൾ, ലഞ്ച് അതെല്ലാം നമുക്ക് ഇതിനകത്ത് ക്യാരി ചെയ്തുകൊണ്ട് പോവാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ പേഴ്സും ഉണ്ട്. അതിനകത്ത് അധികം ചെറിയ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട്, നമ്മുടെ കാർഡുകളോ കുറച്ച് ക്യാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് ഒരു വാളറ്റും നമ്മളിതിനകത്ത് കരുതിയിട്ടുണ്ട്. അപ്പം ഇതാകുമ്പോൾ ഇങ്ങനെ നടുക്കൊരു സിബ് വരുന്നത്, അത് യൂസ് ചെയ്തിട്ട് നമുക്കത് കുറച്ചുകൂടി സെക്യൂറാക്കി വെക്കാം. ബാക്കി രണ്ടും അല്ലാണ്ട് വെക്കുന്നതുമാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി നമ്മൾ കുറച്ചുകൂടി സാധനങ്ങൾ ഓഫീസിലും അതുപോലെ തന്നെ കോളേജിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. പിന്നെ വന്നിട്ട് ഈ ഒരു ബാഗാണ്. ഇത് കുറച്ചൊരു ട്രെൻഡി ആയിട്ട് നമുക്കിപ്പം ജീൻസ് അതുപോലെ നമ്മൾ മാക്സി ഡ്രസ്സൊക്കെ യൂസ് ചെയ്തില്ലേ, അതിനൊക്കെ കുറച്ചൊരു ട്രെൻഡി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗാണിത്. ഈ ബാഗ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ കുറച്ച് എന്താ പറയുക, ഭയങ്കര ക്യൂട്ടായിട്ട് ഭയങ്കര നൈസായിട്ട്, ഇത് തുണിയുടെ ബാഗാണ്, അധികം വെയിറ്റ് ഒന്നുമില്ല നമുക്ക്. പക്ഷേ ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആട്ടോ. ഒറ്റ കള്ളേ നമുക്ക് ഇതിനകത്തുള്ളൂ. കാണിച്ചുതരാം. ഒരു വലിയ കള്ളി വരുന്ന, ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു സ്പേസും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഇടണമെങ്കിൽ അതും ചെയ്യാം. അതല്ല കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് കുറച്ച് ട്രെൻഡി ആയിട്ട് നമ്മുടെ ലുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനും പറ്റിയ ഒരു ബാഗാണ് വന്നിട്ട് ഇത്. പിന്നെ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ബാക്ക് പാക്ക്. നമുക്കെപ്പോഴും 2 സൈഡ് സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാനായിട്ട് പറ്റിയത്, നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റിയതാണ്. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ ഇതിനകത്ത് കൊടുക്കും. പക്ഷേ 2 വലിയ കള്ളയുണ്ട്, 2 ഉണ്ട്. പിന്നെ നമുക്കത് കൂടാണ്ട് എക്സ്ട്രാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ വരുന്ന പിന്നെ ഫ്രണ്ടിലുണ്ട്, പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമുക്ക് കുറേ കൂടി യൂസ്ഫുള്ളായിട്ട് കുറച്ച് സാധനങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റിയതാണ് ബാക്ക് പാക്ക്. ഈ സൈസുള്ളത് അല്ലെങ്കിൽ വലുത്, അതാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കൊള്ളണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു പേഴ്സും വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കാർഡുകളോ ക്യാഷോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വയ്ക്കുകയും ചെയ്യാം. അപ്പം അതും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ വന്നിട്ട് നമുക്ക് ഇത് ഒരു അടിപൊളി ട്രെൻഡി ആയിട്ടുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ലാപ്ടോപ്പൊക്കെ ക്യാരി ചെയ്യണമെങ്കിൽ നമുക്കിതിനകത്ത് ഇത് ഭയങ്കര സ്പേഷ്യസ് ആണ്. ഒറ്റ കള്ളേ ഉള്ളൂ, പക്ഷെ ഭയങ്കര സ്പേഷ്യസ് ആണ്. 2 കള്ളിയുണ്ട് കേട്ടോ, ഒരു കുഞ്ഞു കള്ളി കൂടി ഉണ്ട്. പക്ഷെ നല്ല സ്പേഷ്യസ് ആണ്. നമുക്കിതിനകത്ത് ലാപ്ടോപ്പ്, ബുക്ക്, പെൻസിൽ, ബുക്കുകൾ, ലഞ്ച് അങ്ങനെ എല്ലാം തന്നെ ക്യാരി ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇപ്പോൾ ട്രെൻഡി ആയിട്ട് നമുക്ക് കുർത്തീസിൻ്റെ കൂടെ അങ്ങനെ കൊണ്ടുപോകാം. ഓഫീസിലും അതുപോലെ തന്നെ കോളേജിലും പറ്റിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു കുഞ്ഞ് പൗച്ച് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് മേക്കപ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ അതൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് പോവാം കേട്ടോ. അതിന് പറ്റിയ നല്ലൊരു ക്യൂട്ട് പൗച്ചും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ബാക്കിലും ചെറിയ സിബുണ്ട് കാര്യങ്ങളുണ്ടപ്പോൾ നമുക്ക് അവിടെയും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും 5 ബാഗുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക്
കുറച്ചും കൂടി കാര്യങ്ങൾ സിമ്പിളായിരിക്കും ഓരോ ഒക്കേഷൻ അനുസരിച്ചിട്ട്. കുറച്ചധികം സാധനങ്ങൾ ക്യാരി ചെയ്യണമെങ്കിൽ ഒന്നുണ്ടെങ്കിൽ ബാക്ക് പാക്ക്, അല്ലെങ്കിൽ ലാസ്റ്റ് കാണിച്ച് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. പെട്ടെന്ന് പോകാനായിട്ട് സൈഡ് ബാഗ് ആയിരിക്കും എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.